ഹലോ മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാർട്ട് 2 ആയിട്ടാട്ടോ. കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗമാട്ടോ ഇന്ന് കാണിക്കുന്നത്. സെൻട്രൽ പോയിൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കാണിച്ച്, ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ കയറി വരുന്നിടത്ത് തന്നെ നല്ലൊരു അടിപൊളി ഡൈനിങ് ടേബിളിൻ്റെ സെറ്റാണ് കേട്ടോ ഉള്ളത്. ഈ സെറ്റിൻ്റെ പ്രൈസ് ആട്ടോ 3359 റിയാൽ. അതിൻ്റെ ഈ പാത്രങ്ങളും സ്പൂൺ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വേറെ മേടിക്കണം കേട്ടോ. അതിനൊക്കെ സെപ്പറേറ്റ് പ്രൈസാണ്. അവിടെ ഒരു ആടിനെ ചെയർ കണ്ടപ്പോൾ സിത്തുവിന് അതിൽ കയറിയിരിക്കണം. നമുക്കിപ്പോൾ ഇവിടെയുള്ള ഓരോ ഇതിലും കയറിയിരിക്കണേലൊന്നും ഒന്നും പറയില്ല കേട്ടോ. ആളുകൾ സോഫയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫോൺ കാണുന്ന, അങ്ങനെ റെസ്റ്റ് എടുക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ കയറിയിരിക്കണേനൊന്നും ആരും ഒന്നും പറയണോ അല്ലെങ്കിൽ എണീപ്പിക്കണോ ഒന്നുമില്ല കേട്ടോ. ഇനി കാണുന്നതൊക്കെ സോഫ സെറ്റുകളാണ് കേട്ടോ. സെറ്റുകളുടെ ഈ ഒരു ഭാഗം മൊത്തം സെറ്റുകളാണ് കേട്ടോ. സെറ്റുകൾ അത് ഏത് രീതിയിൽ നമ്മുടെ ലിവിങ് റൂമിൽ സെറ്റ് ചെയ്യണം എന്നുള്ളതുപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ലിവിങ് റൂമിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇത് കണ്ടാൽ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ സെറ്റിയുടെ വിലയാണ് 3677. അങ്ങനെ ഓരോന്നിന് റേറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടീപ്പോയി, അതിൻ്റെ കുഷ്യന്, അങ്ങനെ അതൊക്കെ സെപ്പറേറ്റ് റേറ്റും ഉണ്ട് കേട്ടോ. ഇപ്പോൾ മൊത്തം സെറ്റിക്കാണ് ഒരു റേറ്റെങ്കിലും അതിൻ്റെ ചുറ്റുമുള്ള വെച്ചിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് റേറ്റാണ് കേട്ടോ. ഈ കടയിൽ ഭയങ്കര ഓഫറാണെങ്കിലും നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് അത് നമുക്ക് ഈ സെക്കൻഡ് ഫ്ലോറിലുള്ളത് വലിയ ഓഫറായിട്ടൊന്നും തോന്നണില്ല കേട്ടോ. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റ് അല്ലാന്ന് എനിക്ക് തോന്നണത്. നല്ല റേറ്റ് ഉണ്ട്. അതുപോലെ ഈ സോഫയൊക്കെ കണ്ടോ, ഈ സോഫയുടെയൊക്കെ റേറ്റ് പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ണ് തള്ളിപ്പോകും, അത്രയും റേറ്റാണ്. അതിൽ ബാക്കി ആ ടീപ്പോയി അതിന് ചുറ്റും കാണുന്നതിനൊക്കെ സെപ്പറേറ്റ് റേറ്റ് വേറെയും കൊടുക്കും വേണം. ഇതിനൊക്കെ ഇത്ര റേറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി അതിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് രസമാണ്, അത്രയ്ക്ക് ഫിനിഷിങ്ങായിട്ട് അവരുടെ ഓരോ വർക്കും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം പറഞ്ഞ് ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവണുണ്ടാവും അല്ലേ. ഇതൊക്കെ അടിപൊളി മിററുകളും പിന്നെ സൈഡ് ടേബിളൊക്കെയാണ് കേട്ടോ. മിററിന് മാച്ചായിട്ട് നിൽക്കുന്ന ടേബിളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു അടിപൊളി ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഓരോ ഭാഗത്തും ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കിച്ചൺ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഡൈനിങ് ടേബിൾ ആണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു ഡൈനിങ് ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചില്ലെങ്കിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് നമുക്ക് എങ്ങനെ ഒതുക്കി നല്ല ഭംഗിക്ക് വെക്കുക എന്നുള്ളൊരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇത് പിന്നെ ഒരു ബെഡ്റൂം എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് ബെഡ്റൂമുകളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ബെഡ്റൂമിൽ നമ്മൾ ഓരോന്നിനും പ്രൈസാണ്. അതായത് തലയണ, പുതപ്പ്, അതിൻ്റെ സൈഡ് വെച്ചിട്ടുള്ള ലൈറ്റ്, ആ ചെയർ, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് പ്രൈസാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു ഓഫീസ് എങ്ങനെ സെറ്റ് ചെയ്യുക, അതുപോലെ കിച്ചണ് നമുക്ക് സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാതും നമുക്കൊരു വീട്ടിലത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് അടക്കം ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് സോഫയും ബെഡും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. സോഫ വേണമെങ്കിൽ സോഫയാക്കാം, അതിൻ്റെ അടിഭാഗം വലിച്ചു കഴിഞ്ഞാൽ അവിടെ ബെഡുണ്ട്, അപ്പോൾ ബെഡും ആക്കാം. അപ്പോൾ സോഫയും ബെഡും കൂടെ കൂടിയിട്ടുള്ള സംഭവമാണ് കേട്ടത്. ഇത് ചെറിയൊരു ഓഫീസാട്ടോ, ഓഫീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് വീണ്ടും ഒരു ബെഡ്റൂം. അങ്ങനെ ഒരുപാട് ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഒരുപാട് മോഡലുള്ള ബെഡ്റൂമുകളുണ്ട്. ഞങ്ങൾക്ക് നമുക്ക് കാണാം. ഈ കാണുന്നതൊക്കെ സിംഗിൾ ബെഡാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ നമുക്കൊരു ബെഡ്റൂമിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു വാർഡ്രോബൊക്കെ വെക്കില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത്.
ആ സൈഡിൽ ആ ഗ്രിൽ ബോക്സിൽ വെച്ചിട്ടുള്ളതൊക്കെ പില്ലോസാണ് കേട്ടോ. സെപ്പറേറ്റ് പില്ലോസ് മേടിക്കേണ്ടവർക്ക് അങ്ങനെ മേടിക്കാം. ഇത് മുകളിൽ നിന്ന് ഞാൻ താഴോട്ടുള്ളതൊന്നും എടുത്തതാട്ടോ, താഴോട്ടുള്ള കാഴ്ച. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒത്തിരി ബെഡ്റൂമിൻ്റെ മോഡലുകളാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കുറേ കിഡ്സിൻ്റെത് ഉണ്ടായിരുന്നു. കിഡ്സിൻ്റെത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പാർട്ട് 3 ആയിട്ട് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് കാണാൻ നിങ്ങളാരും മിസ് ചെയ്യരുത്, അടുത്ത വീഡിയോ കാണണം കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഒരുപാട് മോഡല് ബെഡ്റൂം സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ബെഡ്റൂം മാത്രമല്ല, ബെഡ്റൂം കഴിഞ്ഞാൽ അടുത്തൊരു ഡൈനിങ് ടേബിളാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഇവിടെ തന്നെ കിഡ്സ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് 3rd പാർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും 3rd പാർട്ട് കാണണം കേട്ടോ. അടിപൊളിയാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കിഡ്സിൻ്റെ ഒക്കെ റൂം കാണുമ്പോൾ അത്രയ്ക്ക് ക്യൂട്ടാണ്, അടിപൊളിയാണ് കേട്ടോ. പുതിയ വീടൊക്കെ വെക്കണവർക്ക് നല്ല ഉപകാരപ്പെടും കേട്ടോ ഈ വീഡിയോ. ഒരു ഐഡിയ കിട്ടും, നമുക്കൊരു ബെഡ്റൂം എങ്ങനെ സെറ്റ് ചെയ്യണം, നമുക്കൊരു ബെഡ്റൂമിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പുതുതായിട്ട് വീട് വെക്കണവർക്ക് നല്ല ഉപകാരപ്പെടും എന്നുള്ളത്. ഇത് ഇതുവരെ കണ്ടീന്നൊക്കെ വ്യത്യാസമായിട്ടുള്ളൊരു ബെഡ്റൂം കേട്ടോ. നമ്മുടെ ഒരു വുഡൻ ടച്ചിൽ ഉള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ബെഡ്റൂം കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുക വെച്ചാൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ വന്നവർ നമുക്കൊരു ബെഡ്റൂം സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് വന്ന് ബെഡ്റൂം സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഭാഗം ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഡൈനിങ് ടേബിളിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഡൈനിങ് ടേബിളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് എന്നാൽ പാകത്തെ റേറ്റ് ഉള്ളതുകൊണ്ട് എന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മുടെ ഓരോ റേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണതും ഉണ്ട് തോന്നിയിട്ടുണ്ട്, സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണതും ഉണ്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ബെഡ്റൂമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ, നല്ല റേറ്റാണ്. ഈ ഒരു ഡൈനിങ് ടേബിൾ എന്താണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വൈറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ഭംഗി. ഇതെന്തൊരു സ്റ്റോറേജ് സ്പേസ് ആട്ടോ, എന്തിൻ്റെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് നമ്മുടെ ഡൈനിങ് റൂമിലൊക്കെ വെക്കുമ്പോൾ അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നണം, നന്നായിട്ടുണ്ട്. പക്ഷെ അതെന്തിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണെന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് വലിയ വലിയ ഡൈനിങ് ടേബിളുകളാട്ടോ. അതായത് 8 പേർക്കും 12 പേർക്ക് അങ്ങനെയൊക്കെ ഇരിക്കില്ലേ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകൾക്കുള്ള അത്രയും വലിയ ടേബിളാട്ടോ. ഓരോ ഡൈനിങ് ടേബിൾ കാണുമ്പോഴും ഡൈനിങ് ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നിനും ഓരോ പീസിനും റേറ്റാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ. ഈ ഒരു ഡൈനിങ് ടേബിൾ കണ്ടപ്പോൾ എനിക്ക് നല്ല രാജകീയമായിട്ട് ഒരുക്കി വെച്ച പോലെ ആയിട്ടോ തോന്നിയത്. അതുപോലെ തന്നെയാണ്, നന്നായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര രസമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറുമാണ് കേട്ടോ. അവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 3rd പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയൊക്കെ എല്ലാവരുടെ അടുത്തും ബായ്.